എപ്പിസോഡിന്റെ തുടക്കത്തിൽ ന്യൂയോർക്ക് സിറ്റിയാണ് കാണിക്കുന്നത്. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കണ്ട മിസ്റ്റർ റാബിറ്റിന്റെ ഫ്ളാറ്റിന് മുമ്പിൽ നിൽക്കുന്ന ബോഡി ഗാർഡിനെയാണ് കാണിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ക്യാരി അങ്ങോട്ടേക്ക് കടന്നു വന്ന് ഗാർഡ്സിനെ അടിച്ചിട്ട് റാബിറ്റിന്റെ ഫ്ളാറ്റിലേക്ക് കയറുന്നത്. വാഷ്റൂമിൽ നിന്നും മുഖം കഴുകി റൂമിലേക്ക് കയറുന്ന റാബിറ്റ് കാണുന്നത് ക്യാരി തനിക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്നതാണ്. ഈ വിലങ്ങണിഞ്ഞ് കട്ടിലിരിക്കി എന്ന് ക്യാരി റാബിറ്റിനോട് പറയുന്നു. കട്ടിലിരുന്ന റാബിറ്റ് പില്ലോന്റെ അടിയിൽ വെച്ച് തന്റെ തോക്ക് നോക്കുന്നുണ്ടെങ്കിലും അത് ക്യാരി ആദ്യമേ എടുത്തിരുന്നു. അപ്പോഴാണ് റാബിറ്റ് കട്ടിലിരുന്നു കൊണ്ട് ക്യാരിയോട് പറയുന്നത്, ആന, ഞാൻ നിന്നെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല, എവിടെയായിരുന്നു നീ ഇത്രയും കാലം എന്ന് റാബിറ്റ് ക്യാരിയോട് പറയുന്നു. അപ്പോഴാണ് ക്യാരി റാബിറ്റിനു നേരെ റാബിറ്റിന്റെ കയ്യിൽ നിന്നും ലൂക്കസും ക്യാരിയും ചേർന്ന് മോഷ്ടിച്ച ആ ഡയമണ്ടുകൾ എറിഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ക്യാരി റാബിറ്റിനോട്, ഈ ഡയമണ്ടുകൾ എടുത്തിട്ട് എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ മരിച്ചുപോയെന്ന് മനസ്സിൽ കുറിച്ചിട്ടേക്ക് എന്ന് റാബിറ്റിനോട് പറയുമ്പോൾ, ഞാൻ 15 വർഷം ശ്രമിച്ചിട്ടും നിന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ അവനത് വെറും ഒരാഴ്ച കൊണ്ട് സാധിച്ചു അല്ലേ? എനിക്ക് ഈ ഡയമണ്ടുകൾ മാത്രം പോരാ, അവനെയും വേണമെന്നും, അല്ല നീ എങ്ങനെ ഇനി ഇവിടുന്ന് രക്ഷപ്പെടും എന്നും റാബിറ്റ് ക്യാരിയോട് ചോദിക്കുമ്പോൾ, എന്ത് ചെയ്താലും റാബിറ്റ് തന്നെ സമാധാനമായി കഴിയാൻ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കിയ ക്യാരി റാബിറ്റിനെ മയക്കി കിടത്തി താൻ കൊണ്ടുവന്ന ഡയമണ്ടുകളും എടുത്ത് റാബിറ്റിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ബയ്യച്ച എന്ന് പറയുന്നു. അപ്പോഴാണ് നമുക്ക് ക്യാരി റാബിറ്റിന്റെ മകളാണെന്ന് മനസ്സിലാകുന്നത്. അവിടെ നിന്നും സീൻ കട്ട് ചെയ്ത് ബാൻഷിയിലെ പുതിയൊരു കസീനോയുടെ ഉദ്ഘാടനമാണ് കാണിക്കുന്നത്. അവിടെ പ്രോക്ടറും ബാൻഷിയിലെ കിനാഹോ എന്ന ഗോത്രവർഗത്തിലെ തലവനായ ബെഞ്ചമിൻ ലോങ്ഷാഡോയും മകനായ അലക്സ് ലോങ്ഷാഡോയും അവിടെ കാണിക്കുന്നു. ഇവരും പ്രോക്ടറും ചേർന്നാണ് ബാൻഷിയിൽ കസീനോ കൊണ്ടുവരുന്നത്. കസീനോയുടെ ഉദ്ഘാടനത്തിനു വേണ്ടി നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യനായ മിസ്റ്റർ സാഞ്ചസിനെ ആണ് പ്രോക്ടർ കൊണ്ടുവരുന്നത് എന്ന സന്തോഷത്തിൽ നിൽക്കുകയാണ് കിനാഹോ സൊസൈറ്റിയിലെ ആൾക്കാർ. മറ്റന്നാൾ രാത്രി നമ്മൾ സാഞ്ചസിനെ കൊണ്ടൊരു ബെറ്റ് മാച്ച് നടത്തുന്നുണ്ട്. അതിൽ നിന്നും കിട്ടുന്ന വരുമാനം നിങ്ങളുടെ സൊസൈറ്റിയിലുള്ളവർക്ക് ഒരു ഉപകാരമാകും എന്ന് പ്രോക്ടർ പറയുന്നു. എന്നിട്ട് മിസ്റ്റർ സാഞ്ചസിനെ അകത്തേക്ക് വിളിച്ച് കസീനോ കാണിക്കുന്നു. അകത്തേക്ക് കയറുന്ന സാഞ്ചസ് കസീനോയുടെ ഉള്ളിൽ തനിക്ക് റെഡിയാക്കിയ ബോക്സിംഗ് റിംഗ് കണ്ട്, ഓ അപ്പോൾ ഇവിടെയാണല്ലേ എൻ്റെ ഏരിയ എന്ന് എല്ലാവരോടും പറയുന്നു. അടുത്ത സീനിൽ ബെഞ്ചമിൻ ലോങ്ഷാഡോയും മകനായ അലക്സും തമ്മിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നമുക്ക് പ്രോക്ടറെ വിശ്വസിക്കാൻ പറ്റില്ല, അയാൾ എപ്പോൾ വേണമെങ്കിലും നമുക്കെതിരെ തിരിയാം എന്ന് അലക്സ് തന്റെ അച്ഛനോട് പറയുമ്പോൾ, അത് എനിക്കും അറിയാടാ, പക്ഷെ അയാളെ പോലെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കസീനോ പച്ച പിടിക്കൂ. മറ്റന്നാൾ നടക്കാൻ പോണ മാച്ച് കൊണ്ട് നമ്മുടെ സൊസൈറ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ബെഞ്ചമിൻ അലക്സിനോട് പറയുന്നു. അവിടെ നിന്നും സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ഹാൻസന്റെ മയക്കുമരുന്ന് പാർട്ടിയിൽ വെച്ച് മരിച്ച ദേവയുടെ ബോയ് ഫ്രണ്ടിന്റെയും മറ്റുള്ള ആൾക്കാരുടെയും മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്ന ലൂക്കസിനെയാണ് കാണിക്കുന്നത്. അവിടെ പങ്കെടുക്കാൻ ഗോർഡനും ഫാമിലിയും എത്തിയിരുന്നു. അവിടെ വെച്ച് ഗോർഡൻ ലൂക്കസിനെ കണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഷെരീഫ്, ഇന്നലെ രാത്രി ഒരു നന്ദി പോലും പറയാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം നമ്മുടെ വക എന്ന് ഗോർഡൻ ലൂക്കസിനോട് പറയുന്നു. എതിർത്തൊന്നും പറയാൻ പറ്റാതെ ക്യാരി നിൽക്കുന്നു. ലൂക്കസ് അതിന് സമ്മതിക്കുന്നു. അവിടെ നിന്നും ഗോർഡനും ഫാമിലിയും പോകുമ്പോൾ ക്യാരി ലൂക്കസിനെ ദേഷ്യത്തിൽ നോക്കുന്നു. അടുത്ത സീനിൽ ഗോർഡന്റെയും ഫാമിലിയുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ലൂക്കസിനെയാണ് കാണിക്കുന്നത്. അപ്പോഴാണ് ക്യാരിയുടെ ഇളയ മകനായ മാക്സിന് ആസ്മ വരുന്നത്. ഇത് കാണുന്ന ലൂക്കസ് ക്യാരിയുടെ അടുത്ത് മാക്സിന്റെ അസുഖത്തെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നു. എന്നിട്ട് മാക്സിന് തന്റെ തോക്കൊന്ന് തൊട്ടു നോക്കിക്കോളാൻ ലൂക്കസ് സമ്മതിക്കുന്നു. അതിനുശേഷം ദേവയും മാക്സും അകത്തേക്ക് പോകുന്നു. അടുത്ത സീനിൽ ലൂക്കസ് ഗോർഡനോട് ഇന്നലത്തെ ഹാൻസന്റെ കേസിന്റെ കാര്യം ചോദിക്കുന്നു. അപ്പോഴാണ് ഗോർഡൻ, അതേ ഷെരീഫ്, ഇന്ന് കോടതിയിൽ അതിനെപ്പറ്റിയായിരുന്നു ചർച്ച, പക്ഷേ ഹാൻസനെ കിട്ടിയാലല്ലേ നമുക്ക് ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയാൻ പറ്റൂ. അതുമല്ല ഷെരീഫ്, ബാൻഷിയിലുള്ള എല്ലാവർക്കും അറിയാം ഇതിന്റെ പിന്നിൽ പ്രോക്ടറാണെന്ന്, പക്ഷേ തെളിവുകളില്ല, അതുകൊണ്ട് തന്നെ പ്രോക്ടറെ പിടികൂടാനും സാധിക്കില്ല എന്ന് ഗോർഡൻ ലൂക്കസിനോട് പറഞ്ഞ് ബിയർ എടുക്കാൻ വീടിനുള്ളിലേക്ക് പോകുന്നു. അപ്പോഴാണ് ലൂക്കസ് ക്യാരിയുടെ അടുത്ത് പറയുന്നത്, അങ്ങനെ അവസാനം ഒറ്റയ്ക്ക് സംസാരിക്കാൻ കിട്ടി നിന്നെ ആന, ഞാൻ നിന്റെ പഴയ ആള് തന്നെയാണ് എന്ന് ലൂക്കസ് ക്യാരിയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ക്യാരി തിരിച്ച്, നീ എന്റെ പഴയ ആളല്ല, ഒരുപാട് മാറിയിരിക്കുന്നു നീ എന്ന് ക്യാരി ലൂക്കസിന്റെ അടുത്ത് പറയുമ്പോൾ വിഷമം ഉള്ളിലൊതുക്കി ക്യാരിയുടെ അടുത്ത് ലൂക്കസ് പറയുന്നു, നീ ഒരു 15 വർഷം ജയിലിൽ കിടന്നു നോക്ക്, ഞാൻ അവിടെ എന്തൊക്കെ സഹിച്ചെന്ന് എനിക്ക് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞ് ലൂക്കസ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ലൂക്കസ് ഇറങ്ങിപ്പോകുന്നത് കണ്ട് പെട്ടെന്ന് എന്തു പറ്റി എന്ന രീതിയിൽ നോക്കുകയാണ് ഗോർഡൻ.
അവിടെ നിന്നും സീൻ കട്ട് ചെയ്ത് ഷുഗറിന്റെ ബാറാണ് കാണിക്കുന്നത്. ബാറിലിരുന്ന് മദ്യപിക്കുന്ന ലൂക്കസിന്റെ അടുത്തേക്ക് റെബേക്ക കടന്നു വരുന്നു. എന്താ ഷെരീഫ്, ഒറ്റയ്ക്കേ ഉള്ളോ എന്ന് റെബേക്ക ലൂക്കസിനോട് ചോദിച്ചതിന് ശേഷം അവർ തമ്മിൽ സംസാരിക്കുന്നു. അപ്പോഴാണ് ഷുഗർ കുറച്ച് മാറി നിന്ന് പ്രോക്ടറെ ഫോൺ വിളിക്കുന്നത്. കായ്, നീ പറഞ്ഞതുപോലെ എന്റെ മാമന്റെ കൊച്ചുമോൾ ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട് എന്ന് ഷുഗർ പ്രോക്ടറെ വിളിച്ചു പറയുന്നു. അടുത്ത സീനിൽ ബാറിൽ നിന്നും മദ്യപിച്ച് ഇറങ്ങി വരുന്ന റെബേക്കയാണ് കാണിക്കുന്നത്. പ്രോക്ടറുടെ കാർ കണ്ട് റെബേക്ക അങ്ങോട്ടേക്ക് പോകുന്നു. ഹായ് അങ്കിൾ എന്ന് റെബേക്ക പ്രോക്ടറോട് പറയുമ്പോൾ, ഈ വക തോന്നിവാസമൊക്കെ കാണിക്കേണ്ട പ്രായമാണോ നിനക്കിപ്പോ? മര്യാദയ്ക്ക് വണ്ടി കയറ്, ഞാൻ വീട്ടിലാക്കാം എന്ന് പ്രോക്ടർ റെബേക്കയോട് പറയുന്നു. ആരാ ഇത് പറയുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് റെബേക്ക കാറിൽ കയറുന്നു. റെബേക്ക, ഞാൻ കാരണമാണ് നീ ഇങ്ങനെ ആയെന്നേ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും പറയുകയുള്ളൂ. ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തെന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടവരെ നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് എന്ന് പ്രോക്ടർ റെബേക്കയോട് പറയുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നതിനെയും കാട്ടി നല്ലത് ജയിലിൽ കിടക്കുന്നതാണ് എന്ന് റെബേക്ക പ്രോക്ടറോട് പറയുന്നു. ഇതെല്ലാം നിന്റെ ഈ പ്രായത്തിൽ തോന്നുന്നതാ. നിനക്കൊരു കാര്യം അറിയോ? ഇവിടുന്ന് 10 കിലോമീറ്റർ പോയാൽ എന്റെ അമ്മയെ എനിക്ക് കാണാം. പക്ഷേ ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ട് 20 വർഷമായി. ഒരാളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയ പിന്നെ അവരെയൊക്കെ മനസ്സിൽ മരിച്ചതിന് തുല്യമാണ് നമ്മൾ എന്ന് പറഞ്ഞ് പ്രോക്ടർ റെബേക്കയെ വീട്ടിൽ കൊണ്ടുവിടാൻ പോകുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് അടുത്ത ദിവസം ലൂക്കസ് പ്രോക്ടറെ കാണാൻ വേണ്ടി ബാൻഷിയിലെ പുതിയ കസീനോയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് നാളത്തെ ബോക്സിംഗ് മാച്ചിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന മിസ്റ്റർ സാഞ്ചസിനെ കാണിക്കുന്നു. അടുത്ത സീനിൽ പ്രോക്ടറോട് സംസാരിക്കാൻ വേണ്ടി പോകുന്ന ലൂക്കസിനെയാണ് കാണിക്കുന്നത്. അപ്പോഴാണ് പ്രോക്ടർ ലൂക്കസ് വരുന്നത് കണ്ട് ലൂക്കസിനോട് പറയുന്നത്, ഷെരീഫ്, നാളത്തെ മാച്ചിനുള്ള ഇൻവിറ്റേഷൻ ഞാൻ സ്റ്റേഷനിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പ്രോക്ടർ ലൂക്കസിനോട് പറയുമ്പോൾ, ഇൻവിറ്റേഷൻ കിട്ടിയായിരുന്നു പ്രോക്ടർ. ഞാനിവിടെ വന്നത് ഇന്നലെ നടന്ന മയക്കുമരുന്ന് പാർട്ടിയിൽ വെച്ച് കുറച്ച് പിള്ളേർ മരിച്ച കാര്യം താൻ അറിഞ്ഞില്ലായിരുന്നു എന്ന് ലൂക്കസ് പ്രോക്ടറോട് ചോദിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നു എന്ന് പ്രോക്ടർ അതിനെക്കുറിച്ച് തനിക്ക് ഒരു ബന്ധവുമില്ലാത്തതുപോലെ സംസാരിക്കുന്നു. ഇത് കാണുന്ന ലൂക്കസ് പ്രോക്ടറോട്, ഹാൻസൺ എന്ന ആളാണ് ഈ പാർട്ടി നടത്തിയേക്കുന്നത്, അയാളെ കിട്ടിയാൽ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് കണ്ടുപിടിക്കാം എന്ന് ലൂക്കസ് പ്രോക്ടറാണ് ഇതിന്റെ പിന്നിലെന്ന് അറിഞ്ഞു വെച്ചതുപോലെ പ്രോക്ടറോട് സംസാരിക്കുന്നു. ഇത് കേൾക്കുന്ന പ്രോക്ടർ ലൂക്കസിനോട്, അയാളെ കണ്ടുപിടിക്കാൻ പറ്റട്ടെ ഷെരീഫ് എന്ന് പറയുന്നു. എന്നിട്ട് ലൂക്കസ് അവിടെ നിന്ന് പോകുമ്പോൾ ലൂക്കസിനെ ഒരു സംശയത്തിൽ പ്രോക്ടർ നോക്കുന്നു. അവിടെ നിന്നും ട്രയൽ ബോക്സിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ലൂക്കസ്. അവിടെ നമ്മുടെ ഷുഗർ അപ്പാപ്പനുമുണ്ട്. സാഞ്ചസിന്റെ ബോക്സിംഗ് കണ്ട് ഷുഗർ ലൂക്കസിനോട്, ഇവൻ എന്തിനാ ഇത്ര ദേഷ്യത്തിൽ അടിക്കുന്നേ, വെറും ട്രയൽ മാച്ച് അല്ലേ ഇത് എന്ന് അവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ആണ് മിസ്റ്റർ സാഞ്ചസ് ബോക്സിംഗ് റിംഗിൽ വെച്ച് അവിടെയുള്ള എല്ലാവരെയും വെല്ലുവിളിക്കുന്നത്. അവസാനം നമ്മുടെ ലൂക്കസിനെ കാണുന്ന സാഞ്ചസ് ലൂക്കസിനെ വെല്ലുവിളിക്കുന്നു. എന്താ ഷെരീഫ്, ഒന്ന് മുട്ടി നോക്കാൻ വരുന്നോ എന്ന് സാഞ്ചസ് ലൂക്കസിനോട് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ലൂക്കസ് കുറച്ചു നേരം നിന്നിട്ട് അവിടെ നിന്നും പോകുന്നു. ഇത് കാണുന്ന സാഞ്ചസ് ലൂക്കസിനോട്, പോകുന്നതാണ് നല്ലത് ഷെരീഫ്, വെറുതെ എന്തിനാ എന്റെ കൈ കൊണ്ട് ചാവുന്നത് എന്ന് ലൂക്കസിനോട് പറയുന്നു. അടുത്ത സീനിൽ സാഞ്ചസ് കസീനോയിലെ ഒരു വെയിട്രസിനെ അടുത്തേക്ക് വിളിച്ച് പേര് ചോദിക്കുന്നു. ക്ലോവി എന്നവൾ മറുപടി പറയുമ്പോൾ, ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞ് കാരവാനിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഒരു കുപ്പി വൈൻ കൊണ്ടുവരാവോ എന്ന് സാഞ്ചസ് ആ പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ അവൾ കൊണ്ടുവരാമെന്ന് സമ്മതിക്കുകയാണ്. അവിടെ നിന്നും സീൻ കട്ട് ചെയ്ത് ലൂക്കസ് താമസിക്കുന്ന ഗ്യാരേജ് ആണ് കാണിക്കുന്നത്. അവിടെ ഉറങ്ങിക്കിടക്കുന്ന ലൂക്കസിന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് കാരി. ഇത് കണ്ട് എണീക്കുന്ന ലൂക്കസിന്റെ ദേഹത്ത് ലൂക്കസ് അന്വേഷിച്ചു വന്ന ഡയമണ്ടുകൾ ഇട്ട് കൊടുക്കുകയാണ് കാരി. എന്നിട്ട് ഈ ഡയമണ്ടുകൾ എടുത്ത് ഇവിടുന്ന് നീ പോകണമെന്നും വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി പുതിയ ജീവിതം തുടങ്ങണമെന്നും കാരി ലൂക്കസിനോട് പറയുന്നു. ഇത് കേൾക്കുന്ന ലൂക്കസ് കാരിയെ തള്ളി തറയിലിട്ടിട്ട് പറയുന്നു, എന്നെ അങ്ങ് വിലക്ക് വാങ്ങുമെന്ന് വിചാരിച്ചോടി, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, നിന്റെ തൊലിഞ്ഞ ഡയമണ്ടും എടുത്ത് ഇവിടുന്ന് സ്ഥലം വിട്ടോ എന്ന് ലൂക്കസ് ദേഷ്യത്തോടെ കാരി എടുത്ത് പറയുന്നു. ഇത് കേൾക്കുന്ന കാരി കുറച്ചു നേരം എന്തോ ആലോചിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് റാബിറ്റിന്റെ ഫ്ലാറ്റ് ആണ് കാണിക്കുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് റാബിറ്റിന്റെ ഒരു സഹായി വന്നിട്ട്, ആന ഒരു തെളിവും ഉപേക്ഷിക്കാതെയാണ് അവിടെ നിന്നും പോയതെന്ന് റാബിറ്റിന്റെ അടുത്ത് അയാൾ പറയുന്നു. ഇത് കേൾക്കുന്ന റാബിറ്റ്, എനിക്ക് അവനെയാണ് വേണ്ടത്, എന്റെ മകളെ എന്റെ അടുത്ത് നിന്നും വേർപിരിച്ചത് അവനാണ് എന്ന് റാബിറ്റ് അവരോട് പറയുന്നു. ഇത് കേൾക്കുന്ന റാബിറ്റിന്റെ സഹായി, അവൻ എന്നെങ്കിലും ഒരു അബദ്ധം കാണിക്കും സാർ, അന്ന് നമുക്ക് അവനെ പൂട്ടാം എന്ന് അയാൾ റാബിറ്റിനോട് പറയുന്നു. അവിടെ നിന്നും സീൻ കട്ട് ചെയ്ത് മിസ്റ്റർ സാഞ്ചസിന്റെ കാരവാനാണ് കാണിക്കുന്നത്. കാരവാന്റെ ഉള്ളിൽ നിന്നും നമ്മൾ നേരത്തെ കണ്ട കാസിനോയിലെ വെയിട്രസ് ആയ ക്ലോവി മുഖത്തും ശരീരത്തും ആസകലം മുറിവുമായി ഇറങ്ങി വരുന്നതാണ് കാണിക്കുന്നത്. ആ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവിടെ ലൂക്കസും ഷിയോബിനും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഓഫീസിലെ ആൽമ ഓടി വന്നിട്ട്
ലൂക്കസിനോട് പറയുന്നത്. ഷെരീഫ്, താങ്കൾ ഉടനെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലണം. അടുത്ത സീനിൽ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ക്ലോവിയുടെ അടുത്ത് ഷിയോബിൻ വിവരങ്ങൾ ചോദിച്ചറിയുന്നു. ലൂക്കസും ഷിയോബിനും കൂടാതെ വിവരമറിഞ്ഞ് അഡ്വക്കേറ്റ് ഗോർഡനും കാരിയും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അടുത്ത സീനിൽ ക്ലോവി മിസ്റ്റർ സാഞ്ചസ് തന്നെ കാരവാനിലേക്ക് വിളിക്കുകയും ശാരീരികമായി ഒരുപാട് ഉപദ്രവിക്കുകയും തറയിലിട്ട് ചവിട്ടുകയും ചെയ്തെന്ന് ക്ലോവി വിതുമ്പിക്കൊണ്ട് ഷിയോബിനോട് മൊഴി കൊടുക്കുന്നു. ക്ലോവിയുടെ മൊഴി എടുത്തതിന് ശേഷം ഷിയോബിനും ഗോർഡനും റൂമിൽ നിന്നും പുറത്തിറങ്ങുന്നു. ഇത് കണ്ട് ലൂക്കസ് ക്ലോവിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ലൂക്കസ് ക്ലോവിയെ ആശ്വസിപ്പിക്കുന്നത് നോക്കി നിൽക്കുകയാണ് കാരി. അവിടെ നിന്നും സീൻ കട്ട് ചെയ്ത് സാഞ്ചസിനെ അറസ്റ്റ് ചെയ്യാൻ കസീനോയിലേക്ക് പോവുകയാണ് ലൂക്കസ്. കസീനോന്റെ ഉള്ളിലേക്ക് കയറുന്ന ലൂക്കസിനെ തടഞ്ഞു നിർത്തുകയാണ് പ്രോക്ടർ. ഷെരീഫ്, ഞാൻ ആ പെൺകുട്ടിയുടെ കാര്യം അറിഞ്ഞിരുന്നു, പക്ഷെ ഇപ്പോ സാഞ്ചസിനെ അറസ്റ്റ് ചെയ്യരുത്. നാളത്തെ മാച്ച് കഴിയുന്നത് വരെ ഷെരീഫ് ഒന്ന് സഹകരിക്കണം. ഒരുപാട് ആൾക്കാർ ഇതിൽ പണം ഇറക്കിയിട്ടുണ്ട് എന്ന് പ്രോക്ടർ ലൂക്കസിനോട് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലൂക്കസിന്റെ കൂടെ വന്ന ഷിയോബിൻ, ആ പെൺകുട്ടിയെ അവൻ ചെയ്തത് കാണണം, എന്നിട്ടാണോ താൻ ഇങ്ങനെ പറയുന്നത് എന്ന് പ്രോക്ടറോട് ദേഷ്യത്തിൽ പറയുകയാണ് ഷിയോബിൻ. ഇത് കേൾക്കുന്ന ലൂക്കസ് ഷിയോബിനെ അവിടെ നിന്നും മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് ഷിയോബിൻ ലൂക്കസിനോട് താനും പഴയ ഷെരീഫുകളെ പോലെ തന്നെയാണെന്നും പ്രോക്ടറുടെ കാശ് കണ്ട് കണ്ണു മഞ്ഞളിച്ചോ എന്നും ഷിയോബിൻ ലൂക്കസിനോട് ദേഷ്യത്തിൽ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ലൂക്കസ് ഒരു നിമിഷം ഷിയോബിനെ നോക്കിയിട്ട് സാഞ്ചസിന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴാണ് സാഞ്ചസിന്റെ മാനേജർ വന്ന് ലൂക്കസിനോട്, എന്തിനാ ഷെരീഫ് വെറുതെ ഒരു സീൻ ഉണ്ടാക്കുന്നത്, അതും ആ പീറ പെണ്ണിന് വേണ്ടി? ഇത് മറന്നു കളയാൻ ഷെരീഫിന് എത്ര ഡോളറാണ് വേണ്ടത് എന്ന് ലൂക്കസിനോട് അയാൾ ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ലൂക്കസ് അയാളെ തള്ളി മാറ്റി സാഞ്ചസിന്റെ അടുത്തേക്ക് പോകുന്നു. സാഞ്ചസിന്റെ ഗാർഡ്സ് ലൂക്കസിനെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും ലൂക്കസ് അവരെ ഇടിച്ചിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഇത് കണ്ട് സാഞ്ചസ് അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോഴാണ് ലൂക്കസ് സാഞ്ചസിനോട്, നിന്നെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന സാഞ്ചസ് ലൂക്കസിനെ കളിയാക്കിക്കൊണ്ട്, എന്നെ അറസ്റ്റ് ചെയ്യാനും എന്നങ്ങ് കേറിപ്പോര് ഷെരീഫ്, ഞാൻ നിന്നു തരാം എന്ന് ചിരിച്ചുകൊണ്ട് ലൂക്കസിനോട് പറയുന്നു. ഇത് കാണുന്ന ലൂക്കസ് റിങ്ങിലേക്ക് കയറി ചെല്ലുന്നു. ലൂക്കസിനോട് അങ്ങനെ ചെയ്യരുത് എന്ന് പ്രോക്ടർ പറയുന്നുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ലൂക്കസ് അങ്ങോട്ടേക്ക് കയറി ചെന്ന് സാഞ്ചസിന്റെ മുഖത്ത് തന്നെ നല്ല രണ്ടിടി കൊടുക്കുന്നു. എന്നിട്ട് ലൂക്കസ് സാഞ്ചസിനോട്, ആരെയാണ് കളിയാക്കുന്നതെന്ന് അറിഞ്ഞു വേണ്ടേ മോനെ കളിയാക്കാൻ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന സാഞ്ചസ് ചിരിച്ചുകൊണ്ട് ലൂക്കസിനോട്, രണ്ട് ചെറിയ ഇടി തന്നിട്ട് ഷോ ഇറക്കുന്നു ഷെരീഫ് എന്ന് ലൂക്കസിനോട് പറഞ്ഞിട്ട് സാഞ്ചസ് കാണികളോട് പറയുന്നു, ഇന്നത്തെ മാച്ച് ഞാനും ഷെരീഫും തമ്മിലാവട്ടെ, കൈ അടിച്ചോ എല്ലാവരും. അതിനുശേഷം റിങ്ങിൽ വെച്ച് സാഞ്ചസും ലൂക്കസും തമ്മിലുള്ള ഒരു ഉഗ്രൻ ഫൈറ്റ് ആണ് കാണിക്കുന്നത്. ലൂക്കസിനെ അടിച്ച് റിങ്ങിൽ നിന്നും പുറത്തേക്ക് ഇടുകയാണ് സാഞ്ചസ്. പുറത്തേക്കിറങ്ങി ലൂക്കസിനെ അടിക്കാൻ ശ്രമിക്കുന്ന സാഞ്ചസിന്റെ തലയ്ക്ക് ബോട്ടിൽ കൊണ്ട് അടിക്കുകയാണ് ലൂക്കസ്. കാണികളുടെ ഇടയിൽ വെച്ച് അവർ രണ്ടുപേരും മൃഗീയമായി ഫൈറ്റ് ചെയ്യുന്നു. അവസാനം സാഞ്ചസിന്റെ കൈകൾ പുറകിലേക്ക് തിരിച്ച് ലൂക്കസ് ഓടിക്കുന്നു. എന്നിട്ട് ലൂക്കസ് സാഞ്ചസിനെ ദേഷ്യം തീരും വരെ ഇടിച്ചിട്ട് തറയിലേക്ക് വീഴുന്നു. എന്നിട്ട് തറയിൽ നിന്നും കഷ്ടപ്പെട്ട് ദേഹം ആസകലം മുറിവുമായി എണ്ണീക്കുകയാണ് ലൂക്കസ്. എന്നിട്ട് ഷിയോബിനെ കാണുന്ന ലൂക്കസ് അങ്ങോട്ടേക്ക് ചെന്ന് ഷിയോബിനോട്, പുതിയ ഷെരീഫ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് ലൂക്കസ് പുറത്തേക്ക് നടക്കുന്നു. പോകുന്ന വഴി ലൂക്കസ് തറയിൽ വീഴുന്നുണ്ടെങ്കിലും നമ്മുടെ ഷുഗർ അപ്പാപ്പൻ വന്ന് ലൂക്കസിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ നിന്നും കൊണ്ടുപോകുന്നു. അടുത്ത സീനിൽ മാച്ച് കുളമായത് കണ്ട് കിനാഹോ സൊസൈറ്റിയിലെ തലവനായ ബെഞ്ചമിനും മകനായ അലക്സും പ്രോക്ടറെ ഒരു പുച്ഛഭാവത്തിൽ നോക്കി അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ ഷുഗർ ലൂക്കസിനെ കാറിൽ കയറ്റി ബാറിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം കസിനോയിൽ ദേഷ്യത്തിൽ നിൽക്കുന്ന പ്രോക്ടറെയും കാണിക്കുന്നു. അവിടെ നിന്നും സീൻ കട്ട് ചെയ്ത് ഷുഗറിന്റെ ബാറാണ് കാണിക്കുന്നത്. ലൂക്കസിന്റെ ചതവ് പറ്റിയെടുത്ത് ഐസ് വെക്കുകയാണ് ഷുഗർ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു കാർ വരുന്നത് കണ്ട് ഷുഗർ പുറത്തേക്ക് പോകുന്നത്. അവശനായി ടേബിളിൽ കിടക്കുന്ന ലൂക്കസിനെയും കാണിക്കുന്നു. പുറത്തേക്കിറങ്ങിയ ഷുഗർ കാണുന്നത് പ്രോക്ടറെയാണ്. പ്രോക്ടർ ഷുഗറിനോട്, ലൂക്കസ് ഇല്ലേ അകത്ത് എന്ന് ചോദിക്കുമ്പോൾ അവൻ അവശനായി കിടക്കുകയാണെന്ന് ഷുഗർ പറയുന്നു. ഈ സമയം പ്രോക്ടറുടെ ശബ്ദം കേട്ട് ലൂക്കസ് അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. പ്രോക്ടറുടെ അടുത്തേക്ക് പോകുന്ന ലൂക്കസിനെയാണ് കാണിക്കുന്നത്. അപ്പോഴാണ് പ്രോക്ടർ ലൂക്കസിനോട്, ഇന്ന് നീ ആ കസീനോയിൽ ഒരുപാട് നഷ്ടം എനിക്കുണ്ടാക്കി, എനിക്ക് കിനാഹോ സൊസൈറ്റിയിലുള്ള വിലയും നീ ഇന്ന് കളഞ്ഞു. നിനക്ക് മുമ്പ് ഇവിടെ ഇരുന്ന ഷെരീഫുമാർ എല്ലാം എന്റെ കൂടെ നിന്നവരാ, നിനക്ക് മാത്രമെന്താ ഇത്ര നെകളിപ്പ് എന്ന് പ്രോക്ടർ ലൂക്കസിനോട് ചോദിക്കുമ്പോൾ, അവരെ പോലെ തനിക്ക് എന്നെ വിലയ്ക്ക് വാങ്ങാൻ പറ്റാത്തതിന്റെ വിഷമമാണോ പ്രോക്ടർ എന്ന് ലൂക്കസ് പ്രോക്ടറോട് ചോദിക്കുമ്പോൾ, താൻ എന്നെ പരിഹസിക്കുകയാണോ ഷെരീഫ് എന്ന് പ്രോക്ടർ ലൂക്കസിനോട് തിരിച്ചു ചോദിക്കുന്നു. ഞാൻ തന്നെ പരിഹസിക്കുകയല്ല പ്രോക്ടർ, എനിക്ക് തന്നെ
എന്നെ പേടിയില്ല, അതാണ് സത്യം. എന്റെ മുമ്പിൽ താൻ വെറുമൊരു ഗുണ്ട മാത്രമാണ് എന്ന് ലൂക്കസ് പ്രോക്ടറോട് പറയുമ്പോൾ പ്രോക്ടർ തിരിച്ച് ലൂക്കസിനോട്, ഷെരീഫിന് ഇവിടെയുള്ള എല്ലാവരും എന്നെ പേടിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വേറെ ഒന്നുമല്ല, ബാൻഷിയിൽ ജീവിക്കണമെങ്കിൽ എന്നെ പേടിച്ചേ പറ്റുള്ളെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ്. തനിക്കും അത് ബാധകമാണ് ഷെരീഫ് എന്ന് പ്രോക്ടർ ലൂക്കസിനോട് പറയുമ്പോൾ, എന്നാൽ താൻ അതിനുള്ള ഒരു കാരണമെങ്കിലും കാണിച്ചു തരാൻ ലൂക്കസ് പ്രോക്ടറോട് പറയുന്നു. അതിന്റെ ആവശ്യം ഇപ്പോ ഇല്ലെന്നും ലൂക്കസ് തന്റെ ഭാഗത്ത് വരുമെന്നും തനിക്ക് ഇപ്പോഴും ചെറിയ വിശ്വാസമുണ്ടെന്നും പറഞ്ഞിട്ട് പ്രോക്ടർ അവിടെ നിന്നും പോകുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പ്രോക്ടറുടെ സഹായിയായ ബേർഡനെയാണ് കാണിക്കുന്നത്. പ്രോക്ടർ സാഞ്ചസിന് നൽകിയ അഡ്വാൻസ് തിരിച്ച് സാഞ്ചസിന്റെ മാനേജറിന്റെ അടുത്ത് നിന്ന് വാങ്ങാൻ വരികയാണ് ബേർഡൻ. അപ്പോഴാണ് ബേർഡന്റെ അടുത്ത് സാഞ്ചസിന്റെ മാനേജർ, പോയി പണി നോക്ക് കുട്ടാ, ഇവിടെ തിരിഞ്ഞ് കളിക്കാതെ എന്ന് പറഞ്ഞ് അയാൾ കാരവാനിലേക്ക് കയറി പോകുന്നത്. ഇത് കാണുന്ന ബേർഡൻ തന്റെ കണ്ണാടി ഊരി പോക്കറ്റിൽ വെച്ച് കാരവാനിലേക്ക് കയറി പോകുന്നു. ബേർട്ടൺ കയറി പോയതിന്റെ പുറകെ തന്നെ സാഞ്ചസിന്റെ മാനേജറിന്റെ അലർച്ചയും കേൾക്കുന്നു. അടുത്ത സീനിൽ കാരവാനിൽ നിന്നും ഇറങ്ങി വരുന്ന ബേർഡനെയാണ് കാണിക്കുന്നത്. ചോര പുരണ്ട കൈകൾ കൊണ്ട് തന്റെ കണ്ണാടി തിരികെ മുഖത്ത് വെച്ച് പ്രോക്ടർ സാഞ്ചസിന് കൊടുത്ത അഡ്വാൻസുമായി നടന്നു വരികയാണ് ബേർഡൻ. ഈ ഒറ്റ സീനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ബേർഡൻ ചില്ലറക്കാരനല്ലെന്ന്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ലൂക്കസും സാഞ്ചസും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന വീഡിയോ ഒരാൾ യൂട്യൂബിൽ അപ്ലോഡ് ആക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുമ്പോൾ പ്രോക്ടറും ലൂക്കസും തമ്മിലുള്ള തർക്കം ഇവിടെ തുടങ്ങുകയാണ്. അതേസമയം ലൂക്കസും സാഞ്ചസിന്റെയും ഫൈറ്റ് വീഡിയോ കണ്ട് മിസ്റ്റർ റാബിറ്റ് ബാൻഷിയിലേക്ക് എത്തുമോ എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.